Hi, Dr. Karthika here. So welcome to another episode of Radio Talk. ഇന്ന് നമ്മൾ അയണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ഒക്കെ ആയിട്ട് എന്തൊക്കെ ഫുഡിൽ അയൺ ഇൻവോൾവ് ആയിട്ടുണ്ട് എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പറയുന്നത് അയൺ ഏറ്റവും എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാവുന്ന ഫോമിലുള്ളത് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ്. 30% ഏറ്റവും എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യുന്ന നോൺ വെജിറ്റേറിയൻ സോഴ്സസിൽ നിന്നാണ്. 10% ഉള്ളൂ വെജിറ്റേറിയൻ സോഴ്സസിൽ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ലൈറ്റായിട്ട് കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. മുട്ട വളരെ നല്ലൊരു സോഴ്സാണ് അയണിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മട്ടൺ, ബീഫ്, ചിക്കൻ ഇതൊക്കെ നമുക്ക് നന്നായി വേവിച്ച് ഷ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊക്കെ അടിച്ച് കുഞ്ഞിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫുഡിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ദോശ ചൂടുകയാണ്, ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ ദോശമാവിനകത്ത് മിക്സ് ചെയ്ത് കുഞ്ഞിന് കൊടുക്കാം. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ, ഇത് എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ വയറ്റിൽ പോയി അതൊന്ന് ദേഹത്ത് പിടിച്ചാൽ മാത്രം മതി. സോ ഭക്ഷണങ്ങൾ ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചെറുതായിട്ട് ചെറിയ അളവിൽ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സീ ഫുഡ് നമുക്ക് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അറിയുന്ന പ്രായമായി. അപ്പോൾ ചിലപ്പോൾ അവർക്ക് മണം ഇഷ്ടപ്പെട്ടു വരില്ല, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സോ അതുകൊണ്ട് ഏർലി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതും വേവിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പിടാതെ വേണം വേവിക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിന് നല്ലത് ഏതെങ്കിലും വേറൊരു ഫുഡിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോൺ വെജിറ്റേറിയൻ സോഴ്സസ്. ഇനി നമ്മൾ വെജിറ്റേറിയൻ സോഴ്സസിലേക്ക് വരുമ്പം പച്ച നിറത്തിലുള്ള ഇലക്കറികൾ എല്ലാം വളരെ നല്ലതാണ്. അയൺ സമ്പുഷ്ടമാണ്. അതിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടുന്ന ആൾ മുരിങ്ങയിലയാണ്. മുരിങ്ങയിലക്കകത്ത് ഒരുപാട് ന്യൂട്രിയൻസും ഗുണങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് അത് നമുക്ക് മുരിങ്ങയില തന്നെ ഒന്നെങ്കിൽ അരച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയുടെ പൗഡർ നമുക്ക് ഉണ്ടാക്കാം. തണലത്ത് മുരിങ്ങയില വെച്ച് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം വെള്ളം കൊടുക്കില്ലേ, ആ വെള്ളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആ മുരിങ്ങയില പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുഞ്ഞിന് കൊടുക്കുന്നത് നന്നായിരിക്കും. സോഴ്സസിലപ്പോൾ എന്തൊക്കെ വരും, ഒന്ന് ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ കടല, ചെറുപയർ പരിപ്പുകളൊക്കെ ഇല്ലേ, അതിലും ഗ്രീൻ പീൻസ്, ഇതിലെല്ലാം ഒരളവിന് അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡ്രൈഡ് നട്ട്സ്, കാഷ്യൂ, ബദാം, പംകിൻ, സൺഫ്ലവർ, ഇതിലുമെല്ലാം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ച് വെക്കേണ്ട ആളാരാണ്, റാഗിയും അതുപോലെ തന്നെ മില്ലറ്റ്സും. ഇതിലും അയൺ കണ്ടൻറ്റ് സമ്പുഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ വെജിറ്റേറിയൻ സോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെജിറ്റേറിയൻ സോഴ്സസ് ആയിട്ടുള്ള ഏറ്റവും മനസ്സിൽ വെക്കേണ്ടത് റാഗി നമുക്ക് പല തരത്തിൽ കൊടുക്കണം. എന്നും കുറുക്കായി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് കഴിച്ചെന്ന് വരില്ല. അപ്പോൾ കുറച്ച് ദോശമാവിലോ ഇഡലിയിലോ ചപ്പാത്തി കഴിക്കുമ്പോൾ അതിലും കുറച്ചോ അങ്ങനെയൊക്കെ വേണം നമ്മൾ റാഗി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ എള്ള് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കുറച്ച് കരിപ്പട്ടിയൊക്കെ ഇട്ട് അരച്ച് കുഞ്ഞ് ലഡു പോലെയൊക്കെ ആക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ അയൺ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ വേണ്ടുന്ന കാര്യം, അയണിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ആളാണ് വിറ്റമിൻ സി. അപ്പോൾ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുക. വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നല്ല പുളിപ്പുള്ള ഭക്ഷണങ്ങളിലെല്ലാം വിറ്റമിൻ സിയുടെ അളവുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ലെമൺ, ക്യാപ്സിക്കം, തക്കാളി. സോ ഇതൊക്കെ നമ്മൾ ഈ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതേസമയം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡും പാലും ഈ അയൺ റിച്ച് ഫുഡിൻ്റെ കൂടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം കാൽഷ്യവും പാലും എല്ലാം അയണിൻ്റെ അബ്സോർപ്ഷനെ ഒരു പരിധി വരെ തടയും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.